കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ആ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്ന് ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്, ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഏത് രൂപത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് പോവാം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, വൈശാഖ മാസത്തിലെ ഞായറാഴ്ച പറയേണ്ടതില്ലല്ലോ, അത്രമാത്രം തിരക്കാണ്. തിരക്കിന് ഒരു അറുതിയില്ല. പറയുമ്പോൾ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി, 6 മണിയല്ല അതിൻ്റെ മുന്നേ തന്നെ ടോക്കൺ ഒക്കെ ഒഴിവായി, VIP ദർശനമൊക്കെ ഒഴിവായി. എന്നിരുന്നാലും നെയ്വിളക്കിൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ജനറൽ ക്യൂ ധാരാളം. ഏകദേശം ഇങ്ങനെ തിരിഞ്ഞ് നമ്മളെ മുന്നേ കിഴക്കേ നട കഴിഞ്ഞ് മേൽപ്പത്തൂർ കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ ഓഡിറ്റോറിയം കഴിഞ്ഞ് പടിഞ്ഞാറ നടയിലൂടെ ഏകദേശം ഒരുപാട് KSRTC സ്റ്റാൻഡ് വരെയൊക്കെ തിരക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രമേൽ കൂടുതൽ തിരക്കായിരുന്നു. അപ്പോൾ കൊടിമരം വഴിയായിരുന്നു ഇന്ന് ഒരുവിധം സമയങ്ങളിൽ ദർശനം ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ കഷ്ടതകൾ അനുഭവിച്ചാലും ആ ഗുരുവായൂരപ്പൻ്റെ ഒരു നേരത്തെ ദർശനം, ഒരു നിമിഷ ദർശനം കിട്ടിയ ആ ജീവിതം ധന്യമായി എന്ന് കരുതുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ അത് കാരണമാണല്ലോ വരുന്നത്. അങ്ങനെ അവരൊക്കെയും തൊഴുത് മനസ്സംതൃപ്തിയോടെ, കുറേ ബുദ്ധിമുട്ടാണെങ്കിലും അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടാൽ എല്ലാം സമാധാനത്തിലെത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ എല്ലാവരും വന്ന് ദർശനം നടത്തുന്നു. അപ്പോൾ നമുക്കും ദർശനത്തിനായിട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് തൊഴാം. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകുവശത്തിലാണ്, അവിടെ പോയിട്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ ആ വാതിൽപ്പടി കയറാം. വാതിൽപ്പടി കയറുമ്പോൾ ആ ഇടത് വശത്തായിട്ടുള്ള മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം, ആ പീഠം. അതുപോലെ ആ വലത് വശത്തുള്ള തൂണും നോക്കിയിട്ട്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണും നോക്കി തൊഴുത് നേരെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് എന്താ വെച്ചാൽ, ആ ശ്രീലകത്തുള്ള ആ സ്വർണ്ണ വിളക്കിലുള്ള നെയ്യ് ഒഴിച്ച ശ്രീലകത്ത് നെയ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ ആ ഒരു കാഴ്ചയാണ്, ആ ഒരു പ്രകാശമാണ് നമ്മളിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ ആ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുന്നു. അടിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ കാൽത്തളകൾ കാണാനുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ഒരു കാലിങ്ങനെ പൊന്തിച്ച് മറ്റൊരു കാലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അതായത് ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്, കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ കാൽത്തളകൾ നല്ല കാണുന്നു. പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണി കാണാനുണ്ട്. കിങ്ങിണിയൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിൽ ഒരു മാങ്ങാമാലയുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്. അതേപോലെ ഒരു ഗോപീതിലന്ന് നെഞ്ഞത്തൊരു ഗോപീതിലം വെച്ചിട്ടുണ്ട്. നെറ്റിയിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ 2 കൈവളകൾ കാണാണ്ട്, കൈ ഇങ്ങനെ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരെയും നോക്കിയിട്ട് കുറച്ച് വലിയ ആളായിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. ആരൊക്കെയാണ് വരുന്നത്, എന്നെ കാണാൻ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ള ആ ഒരു കണക്കെടുക്കുകയാണ് എന്നർത്ഥം. അവിടെ ഇരുന്ന് നല്ല ദൃഢഭാവത്തിലാണ്, നല്ല പുഞ്ചിരിക്കുന്ന ഭാവമാണെങ്കിൽ കൂടി ഒരു ദൃഢത ഉള്ള ഭാവത്തിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ചെവിപ്പൂക്കളുണ്ട്, അതേപോലെ ഗോപീതിലകം വെച്ചത് കാണാനുണ്ട്. തിരുമുടിമാലകൾ, തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാലകൾ 2 എണ്ണം ഉണ്ട്. വെളുത്ത പൂവുണ്ട്, പിന്നെ തുളസിയായിട്ടുള്ളത് ഒന്നുണ്ട്. അങ്ങനെ 2 തുളസിയും തെച്ചിയായിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്. വലിയ ഉണ്ടമാലകളൊന്നുണ്ട്, അതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. ആ വെളുത്ത പൂവിനാണ് കുറച്ച് കൂടുതൽ. അങ്ങനെയുള്ള ആ ഒരു മാലകളും കാണാണ്ട്, ആ പീലി ഇങ്ങനെ കാണാണ്ട്, കളഭം കൊണ്ട് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ ആ കാർമ്മികത്തിൽ ഉച്ചപൂജ കഴിഞ്ഞു. അതുപോലെ കളഭാലങ്കാരം, ആ മനോഹരമായ കളഭാലങ്കാരം നടത്തിയിരിക്കുന്നത് കക്കാട് വാസുദേവൻ ഓദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമാണ്. അപ്പോൾ എല്ലാവരും
ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ നോക്കിക്കോളൂ. ഗുരുവായൂരപ്പൻ്റെ ആ ചൈതന്യത്തെ നോക്കി വണങ്ങുക. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അഗ്നികോണിലുള്ള കല്ലൊന്ന് നോക്കിത്തൊഴാം. പിന്നെ തിടപ്പള്ളി നോക്കിത്തൊഴാം. പിന്നീട് തിരിഞ്ഞു നോക്കിയാൽ നമ്മളെ ചുമരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെ കണ്ട് തൊഴാം. സപ്തമാതാക്കളെ കണ്ട് തൊഴുക. പിന്നെ ഗണപതിനെ കണ്ട് തൊഴുക. ഗണപതിയുടെ അവിടെ നിന്ന് വേറെ ഇതൊന്നുമില്ല, ചന്ദന ചാർത്തൊന്നും ആയിട്ടില്ല. മുഴുവൻ കറുത്ത വിഗ്രഹത്തിൽ അവിടെയും ഇവിടെയായിട്ട് കുറച്ച് പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തൊരു ചുവന്ന പട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെ ഉള്ളൂ, ബാക്കി കാര്യമായിട്ടുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതീനെ കണ്ട് തൊഴുക. സരസ്വതിയുടെ അവിടെ ഫോട്ടോത്തിൻ്റെ മുകളിൽ 3 മാലകളുണ്ട്. ചുവന്ന പൂവുണ്ട്, പിന്നെ വെളുത്ത പൂവായിട്ടുള്ള അങ്ങനത്തെ 3 എണ്ണം. അപ്പോൾ സരസ്വതി ദേവീനെ കണ്ട് പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതിയെ കാണാം. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വാസുദേവനോദിക്കനിരിക്കണു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ കണ്ട് എടുത്ത് പിന്നീട് ഗജേന്ദ്രമോക്ഷം കാണാം, വാമനാവതാരം കാണാം, അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. പിന്നെ അനന്തപത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. അനന്തപത്മനാഭസ്വാമീനെ അവിടെ വരുമ്പോൾ നിറയെ മാലകളുണ്ടെന്ന്, ഒരുപാട് മാലകൾ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട് തൊഴുക. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. പറയാനുള്ളതും പ്രാർത്ഥിക്കാനുള്ളതൊക്കെ പ്രാർത്ഥിക്കുക. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോരുക. അങ്ങനെ പോരുമ്പോൾ ബാക്കി ദശാവതാര വിഗ്രഹങ്ങളുടെ ബാക്കിയൊക്കെ കണ്ട് ശ്രീരാമചന്ദ്രനെയും ബലരാമനെയും ഭാർഗവരാമനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ കൃഷ്ണനെയൊക്കെ കാണാം, മുരുകനെ കാണാം. അതിന് ശേഷം ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് ആകെ ഒരു ലേശം കുങ്കുമം മാത്രമേ ഉള്ളൂ. ഇന്നാരും മാലയൊന്നും കെട്ടി സമർപ്പിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ നേരെ രാധാകൃഷ്ണൻ്റെ വിഗ്രഹം കാണാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറച്ചിങ്ങോട്ട് നീങ്ങി നിന്നാൽ താമരക്കണ്ണനെ കാണാം. പിന്നീട് വീണ്ടും നമ്മൾ കിഴക്കേ ഭാഗത്തേക്ക് വരുമ്പോൾ മണിക്കിണർ കാണാം. നൃത്ത അറയിൽ ദീപം കത്തി നിൽക്കുന്നത് കാണാം. അതൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങിയാൽ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നെ നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെ വരിക, കാണുക. നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ അലങ്കാരം ചന്ദനം ഇങ്ങനെ ചാർത്തി വരികയാണ്. ഓരോ ഭാഗം മുഖം കഴിഞ്ഞു, അങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചാർത്തിക്കൊണ്ടിരിക്കുക. ഉച്ചപൂജ കഴിഞ്ഞ സമയമാവുകൊണ്ടേ ഇപ്പുറത്തും ആ ഉച്ചപൂജയുടെ ഇതൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ചാർത്താണ്. അപ്പോൾ ഭഗവതീനെ കാണുക, അമ്മയോട് എല്ലാം പറയുക, പ്രാർത്ഥിക്കുക. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് നേരെ വരുമ്പോൾ മമ്മിയൂരപ്പനെ കാണുക. നമശിവായ 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 എന്ന് പ്രാർത്ഥിക്കുക മനസ്സിൽ. എന്നിട്ട് മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയ അനുഭവമായി. വീണ്ടും നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരണു.
ഒരിക്കൽ കൂടി ശ്രീലകത്തേക്ക് നോക്കുന്നു. ആ കാലിങ്ങനെ ഇതാക്കി തൂക്കിട്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുക. അങ്ങനെ വരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. അവിടെ കിടാവിളക്ക് കത്തിരിക്കണം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയുടെ അവിടെ നിന്ന് ഇങ്ങനെ കളവച്ചാർത്ത് ആവണേ ഉള്ളൂ, ചന്ദനച്ചാർത്ത്. അപ്പോൾ അവിടെയും വന്ന് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് വലം വെച്ച് പടിഞ്ഞാറ നടയിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ അവിടെ എത്തിയിട്ട് ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കുക. വേണുഗോപാലിനെ കാണുക, തൊഴുക. പിന്നെ കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പം ഇന്നും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.